വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾ. ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തുടർന്നും എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലേക്ക് അമർത്തുക. ഭാരതാംബ അഥവാ നമ്മുടെ മാതൃരാജ്യം എന്ന അമ്മ, ആ അമ്മയോടുള്ള വികാരവും ഇഷ്ടവും ഇവിടുത്തെ RSSകാർക്ക് മാത്രമാണെന്നാണ് അവരുടെ ഉറപ്പ്. അത് അവർ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള കാവ്യ പുതച്ച കാവിക്കൊടി കയ്യിലെന്തിയ ഒരു ഭാരതാംബയാണ്. ഹിന്ദുത്വ രാഷ്ട്രവാദത്തിന്റെ പ്രതീകമായ ഭാരതാംബയാണത്. അതല്ലാതെ ഇന്ത്യയിലെ മുഴുവൻ ജനത്തെയും പ്രതിനിധാനം ചെയ്യുന്ന, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും നെഞ്ചിലേറ്റി നടക്കുന്ന ഇന്ത്യ എന്ന വികാരത്തിന്റെ പ്രതിരൂപമല്ല. ആ ഭാരതാംബയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്താൻ വിസമ്മതിച്ചതിന്റെ പേരിൽ മന്ത്രി പി പ്രസാദിന്റെ വീടിന് മുന്നിലേക്ക് RSSകാർ പ്രതിഷേധ പ്രകടനവുമായി, ഭാരതാംബയെ വഹിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പ്രകടനവുമായി വന്നിരിക്കുകയാണ്. ഇപ്പോൾ കാവിക്കൊടിയേന്തിയ ഭാരതാംബയെ എനിക്ക് പൂവിട്ട് പൂജിക്കാൻ കഴിയില്ല. കേരള കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദിന്റെ ധീരമായ നിലപാടിന് അംഗീകരിക്കാതിരിക്കാൻ വയ്യ. അന്തസ്സുള്ള ഒരു രാഷ്ട്രീയക്കാരന്റെ ധീരമായ രാഷ്ട്രീയ നിലപാട്. സംഘിസത്തിന്റെ മുന്നിൽ മുട്ടുമടക്കില്ലെന്ന ഇടത് രാഷ്ട്രീയത്തിന്റെ പ്രതിപുരുഷനായി മാറുകയായിരുന്നു ഗവർണർക്ക് മുന്നിൽ പി പ്രസാദ്. കാവി പുതച്ച് കാവിക്കൊടി കയ്യിലേന്തി ഹിന്ദുത്വ രാഷ്ട്രമെന്ന നോമ്പെടുത്തു നിൽക്കുന്ന ദുർഗാ സങ്കല്പമല്ല ഭാരതാംബ എന്ന ഭാരതത്തിലെ ഓരോ മനുഷ്യന്റെയും സങ്കല്പം. 100 ജാതി മനുഷ്യരും അത്ര തന്നെ മതങ്ങളുമുള്ള ഒരു രാജ്യത്തെ മാതൃസങ്കല്പ പ്രതീകത്തിന്റെ കയ്യിൽ എങ്ങനെയാണ് ഒരു ഹിന്ദുത്വത്തിന്റെ കാവിക്കൊടി ഉണ്ടാവുക? ഇന്ത്യയിലെ ഓരോ മണത്തരിക്കും അവകാശപ്പെട്ടതാണ്. അത് RSSകാരന്റെയോ വിശ്വ പരിഷത്തിന്റെയോ കൊടിക്കുള്ളിൽ അമർന്നു കഴിയേണ്ടതല്ല. മറിച്ച് ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരുടെയും വികാരമായി ജ്വലിക്കേണ്ടതും വിവേകമായി സ്മൃതിപഥത്തിൽ തെളിയേണ്ടതുമാണ് ഇന്ത്യ എന്ന വികാരം. RSSന്റെ ഭാരതാംബ അതൊരു ദേവി സങ്കല്പമാണ്. അവിടെ മുഴുവൻ ഭാരതീയനും പൂക്കളർപ്പിക്കാനാകില്ല. അവിടെ പൂക്കളർപ്പിക്കാൻ കഴിയുക സംഘമിത്രങ്ങൾക്ക് മാത്രമായിരിക്കും. ഭാരതാംബ എന്നത് ഇന്ത്യൻ ജനതയുടെ സങ്കല്പത്തിലെ കാവ്യവൽക്കരിക്കപ്പെട്ട ബിംബമല്ല. അത് മുഴുവൻ ഇന്ത്യക്കാരന്റെയും മനസ്സിലെ വികാരമായി ജ്വലിച്ചു നിൽക്കേണ്ടതാണ്. തികഞ്ഞ RSSകാരനായ ഗവർണർ കേരളത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു അസുരനെ തല്ലിയോടിച്ച ഗമയിൽ കേരളത്തിലെ ഇടതുപക്ഷം ധരിച്ചത് പുതിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ലീലാവിലാസങ്ങളുമായി മുന്നോട്ട് പോകില്ല എന്നായിരുന്നു. പക്ഷേ കേരളത്തിന്റെ നിഗൂഢ ലക്ഷ്യങ്ങളുമായി വന്ന ഗവർണർ അവർക്കറിയാവുന്ന കുതന്ത്രങ്ങൾ പാറ്റുകല്ലാതെ പിന്നെന്താണ് ചെയ്യുക? എല്ലാവർക്കും, ഭാരതത്തിലെ ഓരോ പൗരനും തുല്യാവകാശമുള്ള സ്ഥാപനമാണ് നമ്മുടെ രാജ്ഭവനുകൾ. അവിടെ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരുടെയോ ഏതെങ്കിലും ഒരു മതത്തിന്റെയോ കൊടിക്കുറകൾ തൂക്കേണ്ട സ്ഥലമല്ല. നമ്മുടെ ഭാരതാംബ എന്നത് നാം കൽപ്പിച്ചെടുത്ത സങ്കല്പമാണ്. അതിന്റെ ഭരണഘടനാ മൂല്യമില്ല. എന്നിട്ടും ഭാരതം എന്ന അമ്മയെ നെഞ്ചിലേറ്റുന്നവരാണ് നമ്മൾ ഭാരതീയർ. അങ്ങനെ നമ്മൾ നെഞ്ചിലേറ്റുന്ന ഭാരതാംബയുടെ കയ്യിൽ ത്രിവർണ പതാകയോളം വരില്ല മറ്റൊന്നും. ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യാനിയെയും കൂടാതെയുള്ള മറ്റെല്ലാ ജനവിഭാഗത്തെയും ഉൾക്കൊള്ളാൻ നമ്മുടെ ത്രിവർണ കൊടിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. സ്വതന്ത്രാനന്തര ഇന്ത്യയും സ്വതന്ത്ര ലബ്ധിക്ക് മുമ്പുള്ള ഇന്ത്യയും സങ്കല്പിച്ച ഭാരതമാതാവ് ഇന്ത്യയിലെ സകലമാന മനുഷ്യരുടെയും പ്രതീകമായുള്ള ഭാരതമാതാവ് തന്നെയായിരുന്നു. ആ ഭാരതമാതാവ് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സൂക്ഷ്മ രൂപം തന്നെയായിരുന്നു. അതേസമയം RSS വിഭാവനം ചെയ്യുന്ന ഭാരതമാതാവ് ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായ ഹിന്ദു ദേവതാ സങ്കല്പത്തിൽ നിന്നും ജീവനെടുത്ത ദേവി പ്രതിഷ്ഠയാണ്. ആ പ്രതിഷ്ഠയ്ക്ക് ജീവൻ നൽകാനും ആ ഹിന്ദുത്വ ആശയത്തെ സാമാന്യവൽക്കരിക്കാനുമാണ് ഗവർണറുടെ ശ്രമം നടന്നത്. ഹിന്ദുത്വ ദേശീയത വളർത്താൻ രാജ്യത്തെ ഹിന്ദുക്കളോട് ആഹ്വാനം ചെയ്ത് സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് വിട്ടുനിന്ന അതേ RSSന്റെ ഹിന്ദുത്വ വീക്ഷണങ്ങൾക്ക് ജീവൻ പകരലോ അതിലേക്ക് ആളെ ക്ഷണിക്കലോ അല്ല ഒരു ഗവർണറുടെ ഉത്തരവാദിത്വം. പക്ഷെ കേരളത്തിലെ ഗവർണർ റിപ്പോർട്ട് ചെയ്തത് ഇവിടെ RSSന്റെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാനുള്ള ശ്രമം തന്നെയായിരുന്നു. അതിന്റെ ഭാഗം തന്നെയായിരുന്നു RSSന്റെ ഭാരതാംബയെ പൂവിട്ട് പൂജിക്കാൻ ആജ്ഞാപിച്ചതിന് പിന്നിലെ ദേശസ്നേഹവും. അതുകൊണ്ടാണ് ഇടതുപക്ഷക്കാരനായ നമ്മുടെ കൃഷിമന്ത്രി പി പ്രസാദ് ആ ഭാരതാംബയുടെ മുന്നിൽ പൂക്കളർപ്പിച്ച് തൊഴാൻ തന്നെ കിട്ടില്ലെന്ന് തീർത്തു പറഞ്ഞത്. ഇത് നിലമ്പൂരിൽ മുസ്ലിം ലീഗും കോൺഗ്രസും ചേർന്ന് നയിക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കൌൺസിൽ നിയമനം പോലെയല്ല. മുസ്ലിം ജനവിഭാഗത്തിന് വേണ്ടി കണ്ണീരൊഴുക്കുന്ന മുസ്ലിം ലീഗ് ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിൽ മുസ്ലിം ലീഗും കോൺഗ്രസും RSSനെ വാരിക്കൊണ്ടിരുന്ന രംഗമാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇവിടെ മന്ത്രി പ്രസാദ് വളരെ ആർജവത്തോട് തന്നെ RSSന്റെ കുടിലതന്ത്രത്തെ നേരിട്ടത്
നാം മാനിക്കേണ്ടതാണ്. അദ്ദേഹം മുഖത്ത് നോക്കി പറയുക തന്നെ ചെയ്തു, RSS വരയ്ക്കുന്ന രേഖയിലൂടെ സഞ്ചരിക്കാൻ ഞങ്ങൾക്കാവില്ലെന്ന്. ഓരോ കേസിലും 50,000 രൂപ വില നിശ്ചയിച്ചാണ് വഴിക്കടവ് പഞ്ചായത്തിൽ മുസ്ലിമിന്റെ ഏറ്റവും വലിയ ശത്രുവായ RSSകാരനായ അഡ്വക്കേറ്റ് കൃഷ്ണരാജിന് സ്റ്റാൻഡിംഗ് കൗൺസിലായി നിയമിച്ചത്. എന്നിട്ട് ആ വിഷയം വെളിച്ചത്ത് വന്നപ്പോൾ യാതൊരു ഉറപ്പുമില്ലാതെ അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ഒരു ശ്രമവും ഒരു പാഴ്ശ്രമവും നടത്തി ലീഗ്. മുസ്ലിം ലീഗിന് അതിന്റെയൊക്കെ പിന്നിലും ലാഭത്തിന്റെ ഒരു വലിയ ലക്ഷ്യമുണ്ടാകും. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും അധികാരം നിലനിർത്താനും ലീഗ് ഏത് കുതന്ത്രത്തിന്റെ പിന്നിലും തലചായ്ച്ചു നിൽക്കും. പക്ഷെ ആ നിലയിലേക്ക് തരം താണില്ല മന്ത്രി പി പ്രസാദ് എന്നതിൽ നമുക്ക് സന്തോഷിക്കാം. RSSന്റെ പരിപാടിയിൽ സ്ഥിരം പൂവിട്ട് പൂജിക്കുന്ന ഭാരതാംബയെ RSS അല്ലാത്തവർ വണങ്ങണമെന്ന് വാശി പിടിക്കുന്നത് ഇച്ചിരി കട്ടിയുള്ള കാര്യമാണ്. സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയിൽ RSSന്റെ ഭാരതാംബയുടെ ചിത്രം വെക്കുകയും അതിൽ പുഷ്പാർച്ചന നടത്തണമെന്ന് വാശി പിടിക്കുകയും ചെയ്ത ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ നിലപാടിനെ നിശിതമായി വിമർശിച്ച കൃഷിമന്ത്രി ഗവർണറുടെ നിലപാട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് തുറന്നടിക്കുകയും ചെയ്തു. മാത്രമല്ല, ഗവർണറുടെ പരിപാടിയിൽ നിന്നും വിട്ടിരുന്ന പി പ്രസാദും വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഗവൺമെന്റ് പരിപാടി സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റുകയും ചെയ്തു. അതേസമയം ഗവർണർ മന്ത്രിയുടെ നിലപാടിനെ രൂക്ഷമായി വിമർശിക്കുകയും രാജ്ഭവനിലെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. രാജ്ഭവനിലുണ്ടായത് ഈ രാജ്യം അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്നതിന്റെ സൂചനയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഇന്ത്യൻ ജനതയുടെ മനസ്സിലുള്ള ഭാരതാംബയ്ക്ക് RSS വിഭാവനം ചെയ്യുന്ന ഭാരതാംബയുടെ മുഖച്ഛായ തന്നെയാണോ ഉള്ളതെന്ന് CPI നേതാവ് ബിനോയ് വിശ്വവും ചോദിച്ചു. ഗവർണറുടെ ആജ്ഞ ധിക്കരിച്ച മന്ത്രി പി പ്രസാദിന്റെ ആലപ്പുഴ ചാരമൂട്ടിലെ വീട്ടിന് മുന്നിൽ RSS ഭാരതാംബയുടെ ചിത്രം വെച്ച് അതിനു മുന്നിൽ വിളക്ക് തെളിയിച്ച് പ്രതിഷേധിക്കാനുള്ള ശ്രമം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഒരു മന്ത്രി ഉയർത്തിയ ഉറച്ച നിലപാടിനെതിരെ RSSന്റെ കൊടിമര ജാഥ മന്ത്രിയുടെ വീട്ടുപടിക്കലേക്ക് വരെ നയിക്കാൻ പ്രാപ്തരായിരിക്കുന്നു കേരളത്തിലെ RSS എന്ന ധ്വനിയാണ് ഇതിലൂടെ RSS മുന്നോട്ട് വെക്കുന്നത്. കേരളം ഭരിക്കുന്ന ഒരു ഗവൺമെന്റിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു മന്ത്രിയുടെ വീട്ടിലേക്ക് അക്രമാസക്തമായി വരുന്ന ഒരു പറ്റം RSSകാരെ നിയന്ത്രിക്കാൻ കേരള പോലീസിന് കഴിവില്ലെങ്കിൽ ആഭ്യന്തരം എന്ന തസ്തിക നിലനിർത്താതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ കരിങ്കൊടി കാണിക്കുന്ന കോൺഗ്രസുകാരെ തല്ലി ചതയ്ക്കാനും ലീഗുകാരെ വളഞ്ഞിട്ട് ആക്രമിക്കാനും പോലീസിന് അധികാരമുണ്ട്. ഭരണപക്ഷത്തെ ഒരു മന്ത്രിയുടെ വീട് സംരക്ഷിക്കാൻ പാർട്ടിക്കാർ തന്നെ പ്രകടനമായി വരണമെന്ന അവസ്ഥ അത് വളരെ ഖേദം തന്നെയാണ്. അത് ഭരണകൂടത്തിന്റെ കഴിവുകേടോ RSSനോടുള്ള പോലീസിന്റെ പ്രീണന മനോഭാവമോ എന്ന് ജനങ്ങളാണ് വിലയിരുത്തേണ്ടത്.